കർണാടക അങ്കോലയിൽ അപകടത്തിൽപ്പെട്ട അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കോഴിക്കോടും ഒപ്പം തന്നെ കേരളവും. അർജുനായുള്ള തിരച്ചിൽ അത് ഇന്ന് വൈകിട്ട് വരെ തുടരുന്നുണ്ടായിരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അരുൺ പൂപ്പറമ്പിയോട് ചോദിച്ചറിയാം. അരുൺ അങ്കോലയിൽ നിന്ന് ചേരുകയാണ്. അരുൺ, ഇപ്പോൾ കനത്ത മഴ ഇവിടെ തുടരുന്നുണ്ട്. നാളെ റെഡ് അലർട്ടാണെന്ന് അരുൺ പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കൂടുതൽ സംഘങ്ങൾ, അതായത് കൂടുതൽ വിദഗ്ധ സംഘം ഇവിടേക്ക് എത്തിച്ചേരുമ്പോൾ ഈ ഒരു തിരച്ചിലിന്റെ രീതി അത് എങ്ങനെയാകും? പ്രത്യേകിച്ച് ഈ മണ്ണിടിച്ചിൽ കൂടുതലായി അവിടെ അനുഭവപ്പെടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ശ്രമകരമാണ് ഈ രക്ഷാദൗത്യം? ഒപ്പം തന്നെ മുൻപ് പ്രജൻ സൂചിപ്പിച്ചതുപോലെ ഈ അർജുന്റെ ലോറി മാത്രമല്ല, മറ്റു വാഹനങ്ങൾ ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടെന്നുള്ള സംശയവും ഉണ്ടല്ലോ. എന്താണ് അധികൃതർ പങ്കുവയ്ക്കുന്ന വിവരം? പ്രവൃത്തി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതികൂലമായിട്ടുള്ള സാഹചര്യം, കാലാവസ്ഥ, അത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ രാത്രിയിലെ തെരച്ചിൽ കുറച്ച് നേരത്തെ നിർത്തേണ്ടി വന്നത്. അല്ലെങ്കിൽ രാത്രി വൈകിയും കൂടുതൽ ലൈറ്റുകളിലൊക്കെ ഇവിടെ ഈ സംഭവ സ്ഥലത്ത് എത്തിച്ചിരുന്നു. അങ്ങനെ രാത്രി വൈകിയും തെരച്ചിൽ നടത്താനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഒരു 8 മണിയോടെ തന്നെ കനത്ത മഴ വീണ്ടും പെയ്യുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ ഈ കുന്നിന്റെ മുകളിൽ നിന്ന് മണ്ണ് കൂടുതൽ ഇടിഞ്ഞ് താഴോട്ട് വീഴുന്ന, അതായത് ഈ മണ്ണ് താഴെ നിന്ന് നീക്കം ചെയ്യുന്ന ഘട്ടത്തിൽ കൂടുതൽ മണ്ണ് മുകളിൽ നിന്ന് താഴെ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അതുകൊണ്ടാണ് ഇന്നത്തെ തെരച്ചിൽ വേഗത്തിൽ നിർത്താനുള്ള തീരുമാനത്തിലേക്ക് ഈ രക്ഷാപ്രവർത്തകർ എത്തിയത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ നാളെ കൂടുതൽ വിപുലമായിട്ടുള്ള സംവിധാനങ്ങളോട് കൂടിയാണ് അതിരാവിലെ തന്നെ തെരച്ചിൽ പുനരാരംഭിക്കുക എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അത് NDRFന്റെ കൂടുതൽ സംഘം ആന്ധ്രാപ്രദേശിൽ നിന്ന് വരും. ഈ കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ, ഈ മണ്ണിനടിയിലെ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ സാങ്കേതിക റഡാർ ഉൾപ്പെടെയുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ബംഗളൂരുവിൽ നിന്ന് എത്തിക്കും എന്ന തരത്തിൽ NDRFന്റെ ഉദ്യോഗസ്ഥർ ആ വിവരം കൈമാറുന്നുണ്ട്. ആ തരത്തിൽ കൂടുതൽ വിപുലമായിട്ടായിരിക്കും തെരച്ചിൽ നടത്തുക. ഈ തെരച്ചിലിൽ പ്രധാനപ്പെട്ട ഇന്ന് നടത്തിയ തെരച്ചിലിൽ ഈ വലിയ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, വലിയൊരു കൂന എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ കുന്ന് തന്നെയാണ്. വലിയ മണ്ണിന്റെ സാന്നിധ്യമുണ്ട്. ഇത് ഈ താഴെ നിന്ന് 2 വശങ്ങളിൽ നിന്നാണ് ഈ മണ്ണ് നീക്കം ചെയ്തത്. ഇതിനപ്പുറത്തേക്ക് ഈ GPS ലൊക്കേഷൻ പോയിന്റ് ഉണ്ട്. അവിടെ നിന്ന് ഈ മണ്ണ് നീക്കം ചെയ്യാൻ ഇതുവരെ സാധിച്ചില്ല. അത് അല്പം കൂടി മുകളിലോട്ടാണ്. അത് മാത്രമല്ല, അതിന്റെ വലിയ മണ്ണിന്റെ സാന്നിധ്യം അവിടെയുമുണ്ട്. അപ്പോൾ അത് കുഴിച്ചെടുത്ത് നീക്കം ചെയ്യാനുള്ള ശ്രമം ഇന്ന് എന്തായാലും നടത്തിയിട്ടില്ല. അങ്ങനെ ഇന്ന് ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിൽ നടത്തിക്കഴിഞ്ഞാൽ മുകളിൽ നിന്ന് വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകും എന്ന സാധ്യത അവർ കണ്ടിരുന്നു. അതുകൊണ്ടാണ്, ആ ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ടാണ് അത്തരം ശ്രമങ്ങളിലേക്ക് ഇന്ന് പോവാതിരുന്നത്. ഇപ്പോൾ നിലവിൽ താഴത്തെ 2 വശങ്ങളിലുള്ള മണ്ണ് ഒരു പരിധിവരെ നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇവർ NDRF സംഘം ഉൾപ്പെടെ പറയുന്നത്, ഇനിയിപ്പോൾ ഈ GPS ലൊക്കേഷൻ പോയിന്റ് കേന്ദ്രീകരിച്ചായിരിക്കും നാളത്തെ തെരച്ചിലുണ്ടാവുക. അതിനാണ് ഈ കൂടുതൽ ഈ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത്. ഇന്ന് മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ഈ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചില്ല എന്നതാണ് ഈ രക്ഷാപ്രവർത്തകർ പറയുന്നത്. നാളെ റഡാർ, കുറച്ചുകൂടി ആഴത്തിൽ ഇതിന്റെ സാന്നിധ്യം കണ്ടെത്താൻ സാങ്കേതികമായി സാധിക്കുന്ന റഡാറിന്റെ സഹായം ഉൾപ്പെടെ അത് ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തും. നാളെ എന്തായാലും ഈ കൃത്യമായ ഈ ലോറിയുടെ GPS പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വ്യാപകമായി മണ്ണ് നീക്കം ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് അത് കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഇവരുടെ തെരച്ചിൽ നടത്തുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോഴും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, പ്രതികൂലമായിട്ടുള്ള സാഹചര്യം, നിർത്താതെയുള്ള മഴയുണ്ട്. അങ്ങനെയാണ് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ ഒരു തിരച്ചിൽ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ അരുണിലേക്ക് വളരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാമെന്ന് കരുതുന്നു. അങ്ങനെ ആ തരത്തിലൊരു വിപുലമായ തിരച്ചിലാണ് ഇപ്പോൾ കർണാടക സർക്കാർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വിദഗ്ധ സംഘം നാളെ എത്തുന്നുണ്ട്. രാവിലെ 5:30 തിരച്ചിൽ ആരംഭിക്കും. റഡാറുകൾ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടാകും തിരച്ചിൽ. ഇതിന്റെ തന്നെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അരുൺ പൂപ്പറമ്പിയിലോട് ചോദിച്ചറിയാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.